വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദർശൻ ടെക്കി 999. അപ്പോൾ നമുക്ക് കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും വരുന്നത്. ഇപ്പോൾ എക്സാമിൻ്റെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു, പിന്നെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥിരം നമ്മുടെ ചാനലിലത്തെ ഏറ്റവും വലിയ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റും? ഓഫ് കോഴ്സ് ഗസ് ചെയ്യാൻ പറ്റും. അത് ഈ ടൈമിൽ ഞാൻ ഈ വീഡിയോ ഇറക്കാനുള്ള കാരണം എന്താവും? യെസ്, നിങ്ങൾ വിചാരിച്ച പടക്കം അൺബോക്സിംഗ് ആണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ നമ്മളിവിടെ കുന്നംകുളത്ത് നിന്നാണ് പടക്കങ്ങൾ മേടിച്ചിരിക്കുന്നത്. ഞാൻ മേടിച്ച 2 കടയിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ആ കടയിലെ അഡ്രസ്സും ഒക്കെ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മളിവിടെ എടുക്കുമ്പോൾ തന്നെ വരുന്നത് ഒരു 200 വാലയാണ്. നമ്മുടെ റെഡ് സ്ട്രിപ്ഡ് ആയിട്ടുള്ള വാലയാണ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വാലയാണ്. ഇതിന് ഏകദേശം വില ഞാൻ ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ. കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാൻ കറക്റ്റ് ബില്ല് നോക്കിയിട്ട് എഴുതി കാണിക്കാം. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. ഒരു 200ന്റെ വാലയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കമ്പിത്തിരിയാണ്. ഇത് 15 സെന്റിമീറ്ററിന്റെ ജഗദാംബിക എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഒരു കമ്പിത്തിരിയാണ്. ഗ്രീൻ സ്പാർക്ലേഴ്സ് ആണ്, ഇലക്ട്രിക് സ്പാർക്ലേഴ്സ് ആണ്. പിന്നെ വില ഞാൻ കൊടുക്കാം, എല്ലാ വിലത്തിന്റെയും വില ഞാൻ കൊടുക്കുന്നതായിരിക്കും. 15 സെന്റിമീറ്ററിന്റെ. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ പല സ്ഥലത്തും പല പേരാവും, കയറ് ചാട്ടാന്നൊക്കെ പറയും. ഈ സാധനമില്ലേ ഇങ്ങനെ, ഇതാണ് സംഭവം. ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ കറക്കണം, ആ സംഭവമാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് കുറെ കമ്പിത്തിരികളാണ്. ഇതൊക്കെ എന്താ പറയുക, രമേശ് ബ്രാൻഡിന്റെ കമ്പിത്തിരികളാണ്. 7 സെന്റിമീറ്ററിനെയും 10 സെന്റിമീറ്ററിനെയാണ് വരുന്നത്. ഗ്രീനും മഞ്ഞ കുറെ കളറുണ്ട്. ആ കളറ്. പിന്നെ വരുന്നത് ദുർഗയുടെ എന്താ പറയുക, എന്താണെന്റെ പേര് മത്താപ്പാണ്. 3 കളേഴ്സ് ഉള്ള ഒരു ബത്താപ്പാണ്. ഇതിന്റെ റേറ്റ് ഞാൻ നോക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് 2 പാക്കറ്റ് സ്റ്റുപ്പിഡ് വിജിലീസ് ആണ്. നമ്മുടെ മെർക്കുറി ബ്രാൻഡിന്റെ ഒരു സ്റ്റുപ്പിഡ് വിജിലീസ് ആണ് വരുന്നത്. ഇതിന്റെ പൈസ കൊടുക്കുന്നതായിരിക്കും. 100 എണ്ണത്തിന്റെ പാക്കാണ് കേസ്. നെക്സ്റ്റ് കുറച്ച് കമ്പിത്തിരികളാണ്. നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഇത് എന്താ പറയുക, ഇത് പറയാം. ഇത് നമ്മുടെ TMT എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഡീലക്സ് എന്താ പറയുക, എന്താണ് മാലപ്പടക്കാണ്. ഇതിൽ ഏകദേശം എത്രയാണെന്ന് അറിയില്ല, 24ന്റെ ഡീലക്സ് ഇതാണ്. നല്ല സൗണ്ട് ആവും ഇതിൻ്റെ എന്നാണ് പറഞ്ഞത്. ഇത് മന്ദിക്കാം. ഇത് പിന്നെ അതിൻ്റെ ചെറുതാണ്. ഇത് നല്ല ടൈഗർ ജയന്റ് ആണ്. ഇങ്ങനത്തെ നമ്മൾ 4 മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, ഇങ്ങനത്തെ 4 മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് നമ്മുടെ 2 ഷോട്ടാണ്. 2 ഷോട്ടിൽ കൊട്ടുന്ന 2 ഷോട്ടില്ലേ, ആ സംഭവമാണ്. ഇങ്ങനത്തെ ഒരു 5-6 പാക്കറ്റ് വെട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നുള്ളത് പിന്നെ വേറെ ടൈപ്പ് സ്കൈ ഷോട്ടാണ്. ഇത് നല്ല ഹൈറ്റിൽ പൊട്ടിയിട്ട് നല്ല വിരിയണ സ്കൈ ഷോട്ടാണ്. ഇതിന് അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി ജാവ ബ്രാൻഡിൻ്റെയാണ്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുരുവില്ലേ, കുരുവിയുടെ ഒരു 2 ബണ്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് 7 ഷോട്ടാണ്. 7up അങ്ങനെ മദേഴ്സ് ബ്രാൻഡിൻ്റെ 7 ഷോട്ടാണ് നമ്മളിവിടെ അടുത്തതായിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ 5 എണ്ണമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ 7 ഷോട്ട് മദേഴ്സ് ബ്രാൻഡിന്റെ. ഇതിന്റെ റേറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഇതാണ്. പല നാട്ടിലും പല പേര് എന്ന് പറയാ, ചറവറ, ചടൂടു, അങ്ങനെ പല പേരുകൾ പറയും. പിരിപിരി. ഇതില് നമ്മള് കിറ്റ് കാറ്റ് എന്ന് പറഞ്ഞിട്ട് ജയം ബ്രാൻഡിന്റെ 3, 4, 5 എണ്ണം 10 എണ്ണൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 10 പീസാണ് വരുന്നത്. തുറന്നത് ഏതോ ഉണ്ടായിരുന്നു അല്ലോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് വരുന്നത്. ഇങ്ങനത്തെ 10 എണ്ണം ഉണ്ട് ഗൈസ് ഒരു പാക്കറ്റിൽ. ഒരു പാക്കറ്റിൽ ഏകദേശം 35 രൂപയാണ് ഗൈസ് ഒരു പാക്കറ്റിന്റെ വില. പിന്നെ ഇത് അതിന്റെ വലിയ സൈസാണ്. ഇത് ശ്രീ ശിവം ബ്രാൻഡിന്റെ അതിന്റെ വലുത് ഉണ്ടോ. ഇത് അത്യാവശ്യം ടൈമിങ്ങിൽ പൊട്ടുന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇത്രയും ഇതാണ് വെച്ചത്. ഇങ്ങനത്തെ ഒരു 4 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മത്താപ്പിന്റെ പെട്ടികളാണ്.
പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഒരു ബിഗ് സൈസ് പൂക്കുറ്റിയാണ്. മേശാപ്പൂ എന്നും പറയും. അങ്ങനത്തെ അത്ര വലുപ്പത്തിലാണ് വരുന്നത്. ഇതിൻ്റെ വിലയൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ഹർഷാസ് ബ്രാൻഡ് എന്നിട്ട് ബ്രാൻഡിങ്ങാണ്. പിന്നെ പാക്കറ്റ് പിന്നെ IN ബ്രാൻഡിൻ്റെ വർണ്ണാജൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലവർ പോട്ടാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല വില ഉണ്ട്. ഡീലക്സ് ഫ്ലവർ പോട്ടാണ്, കളർ കോട്ടിയാണ്. ഇതിൻ്റെ പെട്ടി പൊട്ടിപ്പോയി, എന്നിട്ട് ലൂസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ വിലയൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഡീലക്സ് പൂക്കുറ്റിയാണ്. ചിറഞ്ചമ്മ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കുറ്റിയാണ്. ഇത് നല്ല ടൈമിൽ ഇതാകും എന്നാണ് പറഞ്ഞത്. അശോകയാണ്. ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് വരുന്നത് വീണ്ടും നെക്സ്റ്റ് വേറെ സ്കൈ ഷോട്ടാണ്. ശിവരാജ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഗോൾഡൻ സ്കൈ ഷോട്ടാണ് നെക്സ്റ്റ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഒരു ബാഗിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല കഴിച്ച് ഞാൻ കൊടുക്കാം. ഇവിടെ ഗോൾഡൻ ഫ്ലാഷ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. നെക്സ്റ്റ് വരുന്നത് നേരത്തെ കളർ ചേഞ്ചാണ്. നെക്സ്റ്റ് വരുന്നത് ലൈറ്റാണ്. പല പേരും പറയും ഇങ്ങനെ കത്തിച്ചിടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരുന്ന സംഭവമില്ലേ. ഇതൊക്കെയാണ് നമ്മളെ പടക്കം എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള കുറെ കുരുവി പടക്കം ഉണ്ട്. ഇത്രയൊക്കെ എനിക്ക് എന്താ പറയുക ഈ 2024 വിഷുവിനെ പിന്നെ വേറെ വേറെ മെയിൻ സാധനം ഓലപ്പടക്കം തയ്ച്ച് ഓലപ്പടക്കം. നമ്മളെ കുറെ ഓലപ്പടക്കം മേടിച്ചിട്ടുണ്ട്. 200 ഓലപ്പടക്കം നമ്മൾ മേടിച്ചിട്ടുണ്ട്. 2 കവറിലുണ്ട് ഓലപ്പടക്കം. 200 ഓലപ്പടക്കം നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങൾ ഇതൊന്നും കുറേ ഉണ്ട് ഇവിടെ. മേഘപ്പുറത്തൊക്കെ സ്ഥലമില്ല. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മളിവിടെ ഏകദേശം മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഓലപ്പടക്കത്തിന് മാത്രമായിട്ട് 1200 രൂപയായി. 200-250 ഓലപ്പടക്കമായിട്ടുണ്ട്. പിന്നെ ഈ ടോട്ടൽ എല്ലാ പടക്കവും കൂടി കൂട്ടിയിട്ട് എന്താ പറയുക ഏകദേശം 5700 ആണെന്ന് തോന്നുന്നു. ഏകദേശം അറൗണ്ട് ആ റേഞ്ച് എത്തി. പിന്നെ സത്യം പറഞ്ഞാൽ 6000 ആയിരുന്നു. നമ്മുടെ കടക്കാർ ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ട് ആൾ ലെസ് ചെയ്ത് തന്നതാണ്. അപ്പോൾ താങ്ക്സ് ടു ദാറ്റ് ഷോപ്പ് ഓണർ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിവിടെ 2024 വിഷുവിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. സോ സോറി ഇത്രയും ലേറ്റ് ആയതിന്. കാരണം നമ്മൾ പടക്കം ഇന്നലെയാണ് നമ്മൾ മേടിച്ചു കൊടുത്തത്. അതിന് നേരത്തെ മേടിക്കാത്തത്. നമ്മൾ നേരത്തെ ഞാൻ 10 ദിവസം മുമ്പൊക്കെ വീഡിയോ ഇടാറുണ്ട്. കാരണം നമ്മൾ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയാണ് ഇപ്പോൾ പറയാനുള്ളത്. പിന്നെ ഇത്രയും ഇപ്പോൾ 2 ദിവസം 3 ദിവസം മുമ്പൊക്കെ ആയി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാലം വീഡിയോ ഉണ്ടായിരുന്നത് എല്ലാവരും ക്ഷമിക്കുക. തീരെ ഇതുണ്ടായിരുന്നില്ല, എക്സാമൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് 2024 വിഷുവിനെ പറ്റി പറയാനുള്ളത്. ചിലപ്പോൾ ഞാൻ ടെസ്റ്റിംഗ് വീഡിയോ ഉൾപ്പെടുത്താം. ചില ക്ലിപ്സ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് മേടിച്ച കടയും കടയുടെ അഡ്രസ്സും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. മാപ്സിൻ്റെ ലിങ്ക് സഹിതം ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ മിസ് ചെയ്യാതെ കാണുക. ഇനി അങ്ങോട്ട് വീഡിയോസ് റെഗുലറായിട്ട് വരാൻ തുടങ്ങും. വെക്കേഷനൊക്കെ ആയി. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താനുള്ളത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.